ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ രമേഷ്. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് വല്ലം ജംഗ്ഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് കാലടിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി പോകാൻ പറ്റുന്ന സഞ്ചാരപാതയാണ്. ഞാൻ സഞ്ചരിക്കുന്ന ദിശ എയർപോർട്ടിൽ നിന്നും വല്ലത്തേക്കാണ്. ഇതിൻ്റെ അശാസ്ത്രീയത പൊതുജനത്തെ അറിയിക്കുവാനാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ കാണാം നേരായ ദിശയിൽ വീതിയോടുള്ള ഗുണനിലവാരമുള്ള നല്ലൊരു സഞ്ചാരപാത. പക്ഷേ ഈ സഞ്ചാരപാത കടന്നു പോകുന്നത് ഒരു ഗ്രാമത്തിലൂടെയാണ്. ഒരു ഗ്രാമത്തിൻ്റെ അവസ്ഥ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഗ്രാമത്തിലൂടെ എത്ര കിലോമീറ്റർ വേഗത്തിൽ കൈവരിച്ച് വാഹനങ്ങൾ ഓടിക്കാമെന്നുള്ള യാതൊരുവിധ ബോർഡുകളും ഇതിൻ്റെ വശങ്ങളിൽ അധികൃതർ സ്ഥാപിച്ചിട്ടില്ല. നല്ല റോഡ്, ഗുണനിലവാരമുള്ള റോഡ് നേരായ ദിശയിൽ കിടക്കുന്നു. വേഗത കൈവരിച്ച് ഉയർന്ന വേഗതയിൽ ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ പൊതുജനം ഓടിക്കുമ്പോൾ അവർ വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കുകയും ഈ പാലം മറുകരയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ കൺമുമ്പിൽ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. കാരണം എല്ലാ പാലവും നടുക്കുയർന്ന് ഉള്ള അവസ്ഥയിലാണ്. ഈ പാലം മറുകര എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നത് വലിയൊരു വളവാണ്. ഈ വളവിൽ വാഹനങ്ങൾ അലക്ഷ്യമായി ചെന്നാൽ ബ്രേക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ കൈവരിയിൽ ഇടിച്ച് താഴെ വീഴും. ഇവിടെ താഴെ വീണ് അപകടങ്ങൾ സംഭവിക്കുക നിത്യസംഭവമാണ്. വാഹനങ്ങൾ ഇടിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെയും കൊടും വളവാണ്. ഇത്രയും 2 വളവുകളാണ് ഈ പാലം കഴിഞ്ഞ് മറുകര എത്തിയാൽ നമുക്ക് കാണുന്നത്. ഈ മറുകരയിലത്തെ അവസ്ഥയോ ഇതൊരു പഞ്ചായത്ത് റോഡിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള റോഡാണ്. നിറയെ കുണ്ടും കുഴികളും ഹമ്പും റോഡിനോട് ഇറങ്ങി നിൽക്കുന്ന പോസ്റ്റുകളും ബോർഡുകളും അങ്ങനത്തെ ഒരു റോഡ്. അപ്പോൾ അതിവേഗത്തിൽ എയർപോർട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മറുകര എത്തിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. കുണ്ടും കുഴികളും. പിന്നെ ഈ ഹമ്പുകൾക്കോ അല്ലെങ്കിൽ കുണ്ടും കുഴികൾക്കോ അല്ലെങ്കിൽ മറ്റു ചപ്പാത്തുകൾക്കോ ഒന്നും സൂചനാ ബോർഡുകളില്ല. മുമ്പിൽ കാണുന്ന വളവിന് സൂചനാ ബോർഡുകളില്ല. അലക്ഷ്യമായി കിടക്കുന്നൊരു വഴി. അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. ഇത്തരം വഴികളിലൂടെ വാഹനങ്ങൾ വേഗത്തിൽ ഓടിച്ച് അപകടങ്ങൾ ഇല്ലാതിരിക്കുവാനാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം നമ്മുടെ അധികൃതർ അല്ലെങ്കിൽ നികുതി നൽകുന്ന നമുക്ക് എന്ത് ഗുണമാണ് നമ്മുടെ അധികൃതർ നൽകണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. നമ്മൾ നികുതി കൊടുത്തുകൊണ്ടേയിരിക്കുക. അവർ തരുന്ന സൗകര്യങ്ങൾ, അത് എത്ര സൗകര്യങ്ങളുണ്ടോ അത്രയും സൗകര്യങ്ങൾ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. പൂർണ്ണമായ സൗകര്യങ്ങൾ തരാൻ നമ്മുടെ അധികൃതർ തയ്യാറാവാറില്ല. അപ്പോൾ ഇത്തരം വഴികളിലൂടെ, മോശപ്പെട്ട വഴിയിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്ന ഓരോ പൊതുജനവും സ്വയം ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക. കാരണം വളരെ മോശം വഴികളാണ് ഇത്തരം. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ വഴി പെട്ടെന്ന് മനസ്സിലാവുകയില്ല. നമ്മുടെ മുമ്പിൽ അപകടങ്ങളുണ്ട്, കുഴികളുണ്ട്, ഇതൊന്നും അറിയില്ല. അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ ഓരോ നികുതിദായകരും ഉള്ള വഴിയിലൂടെ സുരക്ഷിതമായി വാഹനം ഓടിക്കുക. കാരണം നമ്മുടെ സൊസൈറ്റി ഇങ്ങനത്തെയാണ്, നമ്മുടെ സമൂഹം ഇങ്ങനത്തെയാണ്, നമ്മുടെ അധികൃതർ ഇങ്ങനത്തെയാണ്. നമ്മൾ നികുതി അടയ്ക്കുക, അവർ തരുന്ന സൗകര്യം മാത്രം ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുക. നമുക്ക് കിട്ടേണ്ടതായ യാതൊരുവിധ നികുതിയും സൗകര്യങ്ങളും നമ്മുടെ അധികൃതർ തരാറില്ല. യാതൊരു സൂചനാ ബോർഡുകളും തരാറില്ല. അപ്പോൾ ഓരോ നികുതിദായകനും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. അവർക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നിരവധി ജീവനുകൾ പൊലിഞ്ഞ നമ്മുടെ റോഡുകളിൽ ഇനി മറ്റൊരു ജീവനോടി പൊലിയാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാ ട്രാവൽ ചെയ്യുന്നവർക്കും വാഹനം ഓടിക്കുന്നവർക്കും ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, മറ്റുള്ളവർക്ക് അപകടങ്ങൾ വരുത്താതെ നല്ല രീതിയിൽ വാഹനം ഓടിച്ച് അവരവരുടെ വീടുകളിൽ എത്തിച്ചേരാൻ പറ്റട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ വല്ലം ജംഗ്ഷൻ. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ പെരുമ്പാവൂർക്കും, ഇടത്തോട്ട് തിരിഞ്ഞാൽ കാലടിക്കും, നേരെ പോയാൽ കോടനാട് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.